ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രകമ്പനം മൂവിയുടെ റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പോൾ എല്ലാവർക്കും തോന്നാം എന്താണ് ഇങ്ങനെയൊക്കെ റിവ്യൂ പറയുന്നതെന്ന്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂയിലൂടെ അറിയിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹൊറർ പ്ലസ് കോമഡി മൂവിയാണ്. അപ്പോൾ എനിക്ക് ഈ മൂവി സ്വതവേ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ ഈ ഹൊറർ കോമഡി വൈബിളുള്ള സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കണ്ട സിനിമ രോമാഞ്ചമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ രോമാഞ്ചോടെ ലാസ്റ്റ് ഇങ്ങനെ ഹൊറർ പ്ലസ് കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലൊരു അടിപൊളി പടമാണ്. അപ്പോൾ ഞാൻ മൈക്ക് കുത്തിയിട്ട് റിവ്യൂ പറയാം. എനിക്ക് അത്ര സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല, കാരണം എനിക്ക് ജലദോഷം ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് കുത്തിയിട്ട് റിവ്യൂ പറയാം. ഹേ ഗായ്സ്, ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഈ ഒരു മൂവിയെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂവി ആക്ച്വലി ഒരു ഹൊറർ പ്ലസ് കോമഡി പടമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി മൂവിയാണ് ഗൈസ്. നല്ല രസമാണ്, ചിരിച്ചിരിച്ചൊരു വഴിയാവും. അതായത് ഒരുപാട് ചിരിക്കാനും കൊണ്ടുവന്നിട്ട് ഹൊററും കൂടെ കൊണ്ടുവരുമില്ലേ, അങ്ങനെ ഒരു മൂവിയാണ്. എനിക്ക് പൊതുവെ ഈ പടം ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൊറർ ആണോ എന്ന് ചോദിച്ചാൽ ഹൊററാണ്, കോമഡി ആണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കോമഡി അല്ല, എന്നാലും നമുക്ക് ചിരിക്കാനുള്ള കണ്ടന്റ് ഇതിനകത്തുണ്ട്. ഇപ്പൊ പലരും പറയും ഇത് ചില സിനിമകളൊക്കെ ഞാൻ റിവ്യൂ കേട്ടിട്ടുണ്ട്, അതായത് ചിരിച്ചു മരിക്കും എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സിനിമയിൽ അങ്ങനെ ഒന്നും തോന്നാറില്ല. പക്ഷെ ഈ സിനിമയിൽ ചിരിക്കാനും ഉണ്ട്, അതേപോലെ തന്നെ പേടിക്കാനും ഉണ്ട്. അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു ചിരിച്ചു മരിക്കാന്ന്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഗൈസ്. നമ്മൾ ചില കൗണ്ടേഴ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പൊ ഞാൻ ചില സിനിമയ്ക്ക് വന്ന സമയത്ത് നമ്മൾ അടുത്തിരിക്കുന്ന ആൾ ഭയങ്കര ചിരിയായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അത് എന്താണെന്ന് ശരിക്കും ഓരോരുത്തരുടെ ഹ്യൂമർ സെൻസ് ഓരോ പോലെയാണ്. നമുക്ക് എല്ലാവരും ഒരേപോലെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ചില സിനിമ കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുക, ചിലപ്പോൾ അച്ഛന് ഇഷ്ടപ്പെടുക. അങ്ങനെ ഓരോരുത്തരുടെ ഒരു ഹ്യൂമർ സെൻസ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആ ഒരു ഇതാണ് സിനിമ ഇഷ്ടപ്പെടുക, അങ്ങനെ എങ്ങനെ എന്നൊക്കെയുള്ള സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ ഈ മൂവിയെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഈ ഒരു മൂവിയിൽ ആക്ട് ചെയ്തിരിക്കുന്നത് സാഗർ സൂര്യ, ശീതൽ ജോസഫ്, ഗണപതി, പിന്നെ മല്ലിക സുകുമാരൻ, രാജേഷ്, പിന്നെ നമ്മുടെ വേറെ ആരാ, അമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബർ ആണ് കേട്ടോ. അതായത് നമ്മുടെ കുഡോ, എനിക്ക് ആ ചാനലിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഞാൻ ആ പേര് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഈ ഒരു മൂവി എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാളാണ് മെയിൻ ക്യാരക്ടർ. അതായത് അമീൻ ചേട്ടൻ, ഗണപതി സാർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാഗർ സൂര്യ സാർ. ഇവര് മൂന്നുപേരാണ് മെയിൻ ആയിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അമീനായിട്ട് വന്നിട്ട് ഞാൻ ആക്ച്വലി ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് എനിക്ക് പരിചയം. എനിക്ക് അല്ലാതെ എന്താ പറയാ, അല്ല ഞാൻ സിനിമയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നിയത്. എന്തായാലും അടിപൊളി ഒരു പടം തന്നെയാണ്. ഈ ഒരു മൂവിയിൽ ഒരുപാട് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിരിക്കാനല്ല, അതായത് നമുക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ റിവ്യൂവും എല്ലാവരും നല്ല ഇതാണ് പറയുന്നത്. 2 മണിക്കൂർ 6 മിനിറ്റ് ആണ് സിനിമ ഭയങ്കര ചെറിയൊരു സിനിമ കേട്ടോ. ഒരുപാട് ലാഗ് ഒന്നും ഇല്ല. 2 മണിക്കൂർ 6 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ഈ സിനിമ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ റിവ്യൂ നിങ്ങൾക്ക് എന്താ പറയാ കേൾപ്പിച്ചു തരാം. Superb movie, can be enjoyed in the theater for sure. Sagar Surya shines in the one. Honestly, went in Chumma today with zero hope. Honestly, no intention to watch the movie, but just to kill time. But it turned out to be very entertaining watch. One time theater experience is must recommended for sure. അതായത് ഇതിന് ഒരു പ്രാവശ്യം കാണാനായിട്ടുള്ള മൂവി ഒരു പ്രാവശ്യത്തേക്കേ ഉള്ളൂ. അവിടെ ഇവിടെ അൺലാൻഡഡ് മിഡ് വൺ ടൈം വാച്ചബിൾ. അതായത് ഒരു പ്രാവശ്യം നമുക്ക് കാണാനുള്ള ഇതേ ഉള്ളൂ സിനിമയ്ക്കകത്ത്. പക്ഷെ ആ ഒരു പ്രാവശ്യം നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു മൂവിയാണിത്. ഈ റിവ്യൂ ഞാൻ റിവ്യൂ ഒന്നും ഇപ്പൊ കുറെ ആയി റിവ്യൂ ചെയ്തില്ല. സിനിമയ്ക്കൊന്നും ഇപ്പൊ പോകാറില്ല. ഞാനിപ്പോ 10 ഒരു അതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ ഞാൻ റിവ്യൂ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ റിവ്യൂ വീഡിയോസ് ഇഷ്ടമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ വ്ളോഗ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പൊ റിവ്യൂ വീഡിയോസ് മാത്രം ഇടുന്നത്. പക്ഷെ അപ്പൊ ലാസ്റ്റ് വീഡിയോ കുറെ വീഡിയോ ഇട്ടു. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വീണ്ടും കാണാം ഗൈസ്. ബൈ.